ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ഇമാജിനേഷൻസ്. നമ്മൾ ഈ സ്മാർട്ട് ഫോൺ ടാബ്ലറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതേണ്ട ആവശ്യം ഉണ്ടാവും, ചിലപ്പം വരയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവും. ഇതെല്ലാം ഇപ്പോഴത്തെ എല്ലാ സ്മാർട്ട് ഫോണും വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവും ഒരു പെന്ന് പോലത്തെ ഒരു സാധനം, ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന പെന്നിനാണ് നമ്മൾ പറയുക സ്റ്റൈലസ് പെൻ എന്ന്. ഇപ്പം നോട്ട് സീരീസ് ഫോണിലല്ല, മറ്റു ഫോണിലൊന്നും ഈ സ്റ്റൈലസ് വരുന്നില്ല. നമുക്ക് സ്റ്റൈലസ് വേണമെങ്കിൽ വേറെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഈ സ്റ്റൈലസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നില്ല, അത്യാവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം. സോ അത്തരത്തിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഒരു സ്റ്റൈലസ് പെൻ എങ്ങനെ ഉണ്ടാക്കാം, അത്തരം ഒരു DIY ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ വിത്ത് അബ്സല്യൂട്ട്ലി നോ കോസ്റ്റ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇപ്പോഴത്തെ എല്ലാ സ്മാർട്ട് ഫോണിലും നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റീവ് ടച്ചിങ് എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ്. 2 ഗ്ലാസ് ഷീറ്റുകൾക്കുള്ളിൽ ഇലക്ട്രിക് സിഗ്നൽ പാസ് ചെയ്തിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ ബോഡിയിൽ നിന്നും പോകുന്ന ഒരു സ്റ്റാറ്റിക് സിഗ്നൽ വരുന്ന വേരിയേഷൻ അനുസരിച്ചിട്ടാണ് നമ്മളെ ടച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്. മുമ്പായിരുന്നെങ്കിൽ റെസിസ്റ്റീവ് ടച്ച്, നമ്മൾ സ്ക്രീനിന് മേലെ പ്രസ് ചെയ്യുന്ന പ്രഷർ അനുസരിച്ചിട്ടായിരുന്നു മാറിയിരുന്നത്. അപ്പം ഇന്ന് നമുക്ക് സ്റ്റൈലസ് ഉണ്ടാക്കാൻ എന്തെല്ലാം വേണ്ട സാധനങ്ങൾ നോക്കാം. ഒരു പെന്നോ പെൻസിലോ നിങ്ങൾക്ക് ഗ്രിപ്പ് ചെയ്യാൻ കംഫർട്ടബിൾ ആയത് എന്താണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഒരു പെന്ന് അല്ലെങ്കിൽ പെൻസിൽ, ഒരു കോട്ടൺ ബഡ് വേണം. നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു അലുമിനിയം ഫോയിൽ ചെറിയ പീസ്, ഈ കോട്ടൺ ബഡ്സ് കട്ട് ചെയ്തെടുക്കുന്ന ചെറിയ സീസർ, പിന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോട്ട് ഗ്ലൂ ഉപയോഗിക്കാം, ടേപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ കോട്ടൻ്റെ ടിപ്പാണ് നമ്മൾ ഈ സ്റ്റൈലസ് പെന്നിൻ്റെ ടിപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ പെന്നിൻ്റെ ഈ നിപ്പിൻ്റെ മേലെ ഈ കോട്ടൺ ബഡ് ഇങ്ങനെ ഫിക്സ് ചെയ്യണം. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടേപ്പിൻ്റെ സഹായം എടുക്കുന്നുണ്ട്. നമുക്ക് ടേപ്പ് കുറച്ച് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ടേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടിപ്പിൽ ഈ ബഡ് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളെ ഈ കപ്പാസിറ്റി ടച്ചിൽ ബേസിക്കലി നമ്മളെ ബോഡിയിൽ നിന്നുള്ള ഇലക്ട്രിക് സിഗ്നൽ പാസ് ചെയ്യണം. അപ്പോൾ ഈ അലുമിനിയം ഫോയിൽ ഒരു കണ്ടക്ടറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കോട്ടൺ ഒരു കണ്ടക്ടറല്ല, കോട്ടണിൽ കൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ കോട്ടണിൽ ടച്ച് ചെയ്യുന്ന പോലെ നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് ഈ സംഭവം ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് സിഗ്നൽസ് ഇപ്പോൾ പാസ് ചെയ്യും. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ഐപാഡ് ഉണ്ട്. ഐപാഡ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിതിലൊരു ഡ്രോയിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരച്ച് നോക്കാം, ഒന്നും വരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു നമ്മുടെ ഈ കോട്ടൺ ടിപ്പിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. അപ്പോൾ നമുക്കിത് ആക്ച്വലി സ്റ്റൈലസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ടിപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം വേണം. ഒരു തുള്ളി വെള്ളം. ഈ വെള്ളം ഞാൻ കുടിച്ചത് നിങ്ങൾക്കത് വെള്ളം തന്നെ അത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. സോ ടോപ്പിൽ ഒരു തുള്ളി വെള്ളം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ആ കോട്ടൺ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം മുക്കൊന്നും വേണം, ജസ്റ്റ് നനച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലൊരു പെൻ മോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ 7Upൻ്റെ പഴയ ഒരു ഡൂഡിലാണിത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ സ്റ്റൈലസ് പെൻ വെച്ചിട്ട് സിമ്പിളായിട്ട് നമ്മൾ ടാബിൻ്റെ മേലെയോ സ്മാർട്ട് ഫോണിൻ്റെ മേലെയോ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് താഴെ ഫീഡ്ബാക്ക് സെക്ഷനിൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ തരിക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.